അഭിമന്യു കൊലപാതക കേസിൽ കുറ്റപത്രമടക്കം പ്രധാനപ്പെട്ട രേഖകൾ കാണാതായ സംഭവത്തിൽ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിട്ടു. വിചാരണ കോടതിയിൽ സൂക്ഷിച്ചിരിക്കുന്ന 11 രേഖകളാണ് ഈ മാസം 18-ന് വിചാരണ ആരംഭിക്കാനിരിക്കെ കാണാതായത്. കോടതിയിൽ സൂക്ഷിച്ച രേഖകൾ എങ്ങനെ നഷ്ടമായി എന്നതിൽ പോലീസ് അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. നിരോധിത സംഘടന പോപ്പുലർ ഫ്രണ്ട് പ്രതിസ്ഥാനത്തുള്ള കേസ്. മരിച്ചത് CPIMന്റെ വിദ്യാർത്ഥി സംഘടന SFIയുടെ നേതാവ്. വിചാരണ തുടങ്ങാനിരിക്കെ കോടതിയിൽ നിന്നും രേഖകൾ അപ്രത്യക്ഷമായത് ഞെട്ടലുളവാക്കുന്നതാണ്. അഭിമന്യു കേസിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ പങ്കുമായി ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കാൻ NIA സംഘം കോടതിയിലെത്തിയപ്പോഴാണ് കുറ്റപത്രമടക്കം 11 രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമായ വിവരം പുറത്തറിയുന്നത്. അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ എങ്ങനെ കാണാതായി എന്നതിൽ വ്യക്തതയില്ല. ഈ മാസം 18-ാം തീയതി കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെയാണ് കുറ്റപത്രമടക്കം നിർണായക രേഖകൾ കോടതിയിൽ നിന്ന് നഷ്ടമാകുന്നത്. അതായത് ഈ രേഖ എന്തായാലും കോടതിയിൽ നിന്ന് വെറുതെ ഇറങ്ങിപ്പോവില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്? കാരണം നീതിപീഠത്തിൽ നിന്നാണ് ഈ രേഖകൾ കാണാണ്ട് പോയേക്കുന്നത്. അപ്പോൾ നമ്മളെങ്ങനെ വിശ്വസിച്ച്, ഒരു കോടതി എങ്ങനെ വിശ്വസിച്ച് നമ്മളിത് നിൽക്കും? എറണാകുളം സെഷൻസ് കോടതിയിൽ നിന്ന് വിവരം ഹൈക്കോടതി അറിയിച്ചതോടെ പ്രോസിക്യൂഷനിൽ നിന്ന് പകരം രേഖകൾ വാങ്ങാൻ കോടതി നിർദ്ദേശം നൽകി. കോടതിയിൽ നിന്ന് രേഖകൾ നഷ്ടമായത് എങ്ങനെയെന്ന് അന്വേഷിക്കാൻ ഹൈക്കോടതി ആഭ്യന്തര അന്വേഷണത്തിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ. അത് തുടക്കം മുതൽ ഞങ്ങളതിൽ പറയുന്നു. അതിൽ ഇരയോടൊപ്പം വേട്ടക്കാരോടൊപ്പം ഓടുന്ന സമീപനമാണ് CPM തുടക്കം മുതൽ അനുവർത്തിച്ച് പോന്നിരുന്നത്. ആ രക്തസാക്ഷ്യത്തെ വിറ്റ് കാശാക്കിയ സംഘടനയാണ് SFIയും CPMും എന്ന് പറയുന്നത്. കോടതിയിൽ നിന്നും തൊണ്ടി മുതലും രേഖകളും ചോരുന്നത് ആദ്യത്തെ സംഭവമല്ല. പക്ഷേ ഇതൊരൽപ്പം ഗൗരവമുള്ള വിഷയമാണ്. അട്ടിമറി സംശയിച്ചാലും അതിനെ തള്ളിക്കളയാനാകില്ല. നടിയെ ആക്രമിച്ച കേസിൽ കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ ചോർന്നെന്ന ആരോപണം നേരത്തെ തന്നെ എറണാകുളത്തെ വിചാരണ കോടതിയിൽ നിന്നും കേട്ടിട്ടുണ്ട്. അതിലൊരു അന്വേഷണം നടന്നതല്ലാതെ നടപടിയൊന്നും ആർക്കെതിരെയും കണ്ടില്ല. കേസൊരൽപ്പം ചർച്ച ചെയ്യപ്പെട്ടതിനാൽ കുറച്ചുനാൾ വാർത്താ തലക്കെട്ടായി. മുൻമന്ത്രി ആന്റണി രാജു വിചാരണ കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ മാറ്റിവെച്ചെന്ന കേസും അടുത്തിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതേസമയം കോടതിയിൽ നിന്നും രേഖകൾ കാണാതായതിൽ എന്താണ് സംഭവിച്ചതെന്നറിയാൻ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. കോടതി ജീവനക്കാരറിയാതെ യാതൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അവരെ കണ്ടെത്തി കയ്യാമം വയ്ക്കേണ്ടത് അത്യാവശ്യവും. പൊതുജനത്തിന് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം സംരക്ഷിക്കാൻ മറ്റ് കുറുക്കു വഴികളില്ല. ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കോടതിയിൽ സൂക്ഷിക്കുന്ന രേഖകൾ പോലും ഇത്തരത്തിൽ കാണാതെ പോകുമ്പോൾ എന്തായിരിക്കും ആ കേസിന്റെ അവസ്ഥ എന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത്. കാണാം ചില പ്രതികരണങ്ങൾ. മിസ്സിംഗ് ആയത് എന്തുകൊണ്ടാണെങ്കിലും സർക്കാരിനൊരു അനാസ്ഥയാണത്. കാരണം ഇത്രയും വലിയൊരു കേസ് ഫയലാണ് മിസ്സായിട്ടുള്ളത്. അപ്പോൾ സർക്കാരിൻ്റെ അനാസ്ഥ കൂടി അതിലുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ കോടതിയിൽ നിന്നും പ്രധാനപ്പെട്ട രേഖകൾ മിസ്സിംഗ് ആവുകയാണ്. അപ്പോൾ വളരെ വലിയൊരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. കോടതിയിൽ എത്തപ്പെടേണ്ട CCTV ദൃശ്യമോ കോടതിയിലോ ഒന്നും തന്നെ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു കളി നടക്കുന്നുണ്ട്. അപ്പോൾ അത് മിസ്സായിട്ടുണ്ടെങ്കിൽ അത് അധികാരികളുടെ കുഴപ്പം തന്നെയാണ്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാത്ത സ്ഥിതിക്ക് നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഇത് വളരെ ദുരൂഹത നിറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിൻ്റെ അകത്ത് ഒന്നുകൂടി അതായത് സർക്കാരിൻ്റെ പിടിപ്പുകേടെന്ന് തന്നെ പറയേണ്ടി വരും.